ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഭീമാവള്ളി റഷീദ്, CMPയുടെ നേതാവ് ശ്രീ MP സാജു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നെയ്യാറ്റിങ്കര സനൽ, KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, ശ്രീ പ്രൊഫസർ KV തോമസ് XMP, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, UDFന്റെ പ്രകടന പത്രിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക ഇന്നിവിടെ ബഹുമാന്യനായ KPCC പ്രസിഡന്റിന് നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് റിലീസ് ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടുകാലം അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയ ശേഷം അധികാര വികേന്ദ്രീകരണത്തിന്റെ അന്തസ്സത്തെ തകർത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി നൽകിയ അവകാശങ്ങൾ പോലും കവർന്നെടുക്കുകയും അധികാരം കവർന്നെടുക്കുകയും അവർക്ക് നൽകേണ്ട ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത 4-5 വർഷക്കാലത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണത്തിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ താറുമാറാക്കിയ ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ അവസാന സന്ദർഭത്തിലാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDFന്റെ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നത് പ്രധാനമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായി നൽകിയ എല്ലാ അധികാരവും LDF സർക്കാർ കവർന്നെടുത്ത അധികാരങ്ങൾ UDF അധികാരത്തിൽ സംസ്ഥാന ഭരണത്തിൽ തിരിച്ചു വന്നാൽ അത് പൂർണ്ണമായും അവർക്ക് നൽകുകയും അവരോട് കാണിച്ച കടുത്ത അവഗണന ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സ്തംഭിപ്പിച്ച ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നൽകുന്ന വാഗ്ദാനം. അതോടൊപ്പം നമ്മുടെ 2 പ്രളയവും അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ, ഏറ്റവും കൊറോണ ഉൾപ്പെടെ അതിന്റെ എല്ലാം ദുരന്തം അനുഭവിക്കുന്നത് കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജീവിക്കുന്ന ജനങ്ങളാണ്. ആരോഗ്യ സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും അതോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഉള്ള ബഹുമുഖമായ കർമ്മ പരിപാടികളാണ് UDF പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നത്. UDF പ്രകടന പത്രികയുടെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ പുനർജനിക്കുന്ന ഗ്രാമങ്ങളും ഉണരുന്ന നഗരങ്ങളും സൃഷ്ടിക്കുക എന്നുള്ളതാണ് UDF അധികാരത്തിൽ വന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട വോട്ടർമാരുടെ മുമ്പിൽ വാഗ്ദാനം ചെയ്യുന്നു. ഒരു പ്രധാന കാര്യം കൂടി പറയാം. ഒന്ന്, കാരണം ഈ 9ാം പദ്ധതി കാലത്താണ് പഞ്ചായത്തുകളുടെ ഈ ബജറ്റ് വിഹിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. അന്ന് നൽകിയ വാഗ്ദാനം 30-35% സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുമെന്നാണ്. ഈ ഗവൺമെന്റ് വന്ന ശേഷം UDF ഗവൺമെന്റിന്റെ കാലത്ത് 24% വരെ പദ്ധതി വിഹിതത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 2019-2020 നൽകിയത് വെറും 17%. ക്യൂ ബില്ലിംഗ് സിസ്റ്റം കൂടി വന്നപ്പോൾ അത് 15% കുറഞ്ഞു. ഈ 25 വർഷക്കാലത്തെ 1/4 നൂറ്റാണ്ടുകാലത്തെ അധികാര വികേന്ദ്രീകരണ കാലഘട്ടത്തിൽ ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പല സന്ദർഭങ്ങളിലും UDF പ്രതിപക്ഷ നേതാവൊക്കെ KPCC പ്രസിഡന്റൊക്കെ ഇത് ചൂണ്ടിക്കാണിച്ചു. UDF ഇതിനെതിരായി ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തി. ആ ഒരു ദുസ്ഥിതി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ അനുഭവിച്ചൊരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ഇന്ന് ഗവൺമെന്റ് നടത്തുന്ന അഴിമതിക്കെതിരെ അതുപോലെ പഞ്ചായത്തുകളിൽ ഉണ്ടായിട്ടുള്ള വികസന സ്തംഭനത്തിനെതിരെ ഉള്ള ശക്തമായ ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ UDF നടത്തുന്നത്.
ഈ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായി പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിക്കും. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന് ഈ പ്രകടന പത്രിക റിലീസ് ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് ഏറ്റുവാങ്ങുന്ന ബഹുമാന്യനായ KPCC പ്രസിഡന്റിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. നമസ്കാരം. ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയാണ് UDF ശ്രീ CP ജോൺ കൺവീനറായിട്ടുള്ള സബ് കമ്മിറ്റി തയ്യാറാക്കി UDF അംഗീകരിച്ച പ്രകടന പത്രികയാണ് ഇന്നിവിടെ സന്തോഷപൂർവ്വം ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകിക്കൊണ്ട് അതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്കാണ് LDF ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത്. 5ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ഒന്നുപോലും അംഗീകരിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ വീർപ്പുമുട്ടിച്ച ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അധികാര വികേന്ദ്രീകരണത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമായിരുന്നു 4.5 വർഷക്കാലം ഇടതുമുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചത്. മഹാത്മജിയുടെ സ്വപ്നം, രാജീവ് ഗാന്ധിയുടെ സ്വപ്നം അതാണ് 72ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്ത് കോൺഗ്രസ് നടപ്പാക്കിയത്. ആ അധികാര വികേന്ദ്രീകരണത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചത്. അധികാര വികേന്ദ്രീകരണത്തിന്റെയും ജനകീയ ആസൂത്രണത്തിന്റെയും പേരിൽ ഊറ്റം കൊണ്ട ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ അധികാരങ്ങൾ കവർന്നെടുത്തു. അതോടൊപ്പം തന്നെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കി, ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചു. ഇതാണ് നമ്മൾ കണ്ടത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നയസമീപനമാണ് UDFന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ജോലികൾ ഗവൺമെന്റ് നിർദ്ദേശിച്ചത്. പക്ഷേ തുടർച്ചയായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ആവശ്യമായ ഫണ്ട് അവർക്ക് നൽകിയില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കണം, തനത് ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കണം. പക്ഷേ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷത്തിനും തനത് ഫണ്ടില്ലാത്തതാണ്. ഭൂരിപക്ഷത്തിനും പ്ലാൻ ഫണ്ട് എടുത്ത് ചെലവഴിച്ചതോടെ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. കോവിഡ്-19 കാലത്ത് അവരാണ് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത്. പക്ഷേ അവർക്ക് ആവശ്യമായ ഫണ്ട് ഗവൺമെന്റ് കൊടുത്തില്ല. തനത് ഫണ്ടില്ലാത്ത മുനിസിപ്പാലിറ്റികൾ അവർക്ക് പ്ലാൻ ഫണ്ട് എടുത്തത് കൊണ്ട് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ വന്നു. ഓരോ സാമ്പത്തിക വർഷത്തെയും പണം ബില്ല് ട്രഷറിയിൽ കൊടുത്ത് മാറാൻ പോകുമ്പോൾ ട്രഷറിയിൽ ഈ ബില്ലുകൾ മുഴുവൻ ക്യൂവിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു അടുത്ത വർഷം തരുമെന്ന്. അടുത്ത വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ്
ഈ ബില്ലുകൾ പിന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഇ-ലാംസ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ച പണം പോലും കൊടുക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ച ഗവൺമെന്റാണ് കേരളം ഭരിച്ചത്. അപ്പൊ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പുനർജനിക്കുന്ന ഗ്രാമങ്ങൾ, ഉണരുന്ന നഗരങ്ങൾ എന്ന പേരോടുകൂടിയാണ് ഈ പ്രകടന പത്രിക ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പൗരസമൂഹത്തോട് പൂർണ്ണമായ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുന്ന, ദാരിദ്ര്യമില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കുക എന്നതാണ് UDFന്റെ സമീപനം. SC/ST, മത്സ്യത്തൊഴിലാളി, കയർ, കശുവണ്ടി, കൈത്തറി തൊഴിലാളികൾ, ഇവർക്ക് വേണ്ടി ഉപപദ്ധതി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. സ്ത്രീകൾക്ക് തുല്യത, സുരക്ഷിതത്വം, വളർച്ച എന്നിവ പ്രത്യേകം ഞങ്ങൾ എടുത്തു പറയുന്നു. കുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണത്തിന് ഉതകുന്ന പദ്ധതികൾ നടപ്പാക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. സമ്പൂർണ്ണ മാലിന്യ പദ്ധതി. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ സമ്പൂർണമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക സഹായം, കാരുണ്യ പദ്ധതി തിരികെ കൊണ്ടുവരിക, ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, ഉയർന്ന പൗരബോധം ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്താനുള്ള നടപടി കൈക്കൊള്ളുക, തർക്കരഹിത ഗ്രാമങ്ങളും നഗരങ്ങളും സാധ്യതപ്രായമാക്കാൻ ഗ്രാമതലങ്ങളിൽ കൂടുതൽ ചർച്ചകളിലൂടെ ജനാധിപത്യപരമായി പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കുക, അനാഥരെ ദത്തെടുക്കുന്ന സംവിധാനം, പഞ്ചായത്തുകളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അനാഥരായിട്ടുള്ള ആളുകൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ്. അതിഥി തൊഴിലാളികളുടെ സംരക്ഷണം, അതോടൊപ്പം തന്നെ അവർക്ക് സുരക്ഷിതത്വം, ആരോഗ്യ പരിപാലനത്തിനും മറ്റും പ്രത്യേക പദ്ധതികൾ ഉൾപ്പെടെയുള്ള, ഞാൻ എല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല, എല്ലാം നിങ്ങളുടെ കൈകളിൽ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഹൈലൈറ്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. വിവിധ പദ്ധതികളിലൂടെ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഗ്രാമസ്വരാജിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ മുഖ്യമായ സൂചിപ്പിക്കുന്നത്. ഇനിയും ഇതുപോലെ ഗ്രാമതലങ്ങളിലും നഗരത്തിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, തദ്ദേശ തലങ്ങളിൽ പ്രത്യേകം പ്രകടന പത്രിക UDF ഇറക്കുന്നുണ്ട്. അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളെല്ലാം അതിലൂടെ ഉന്നയിക്കുന്നുണ്ട്. പുനർജനിക്കുന്ന ഗ്രാമങ്ങൾ, ഉണരുന്ന നഗരങ്ങൾ എന്ന ആ മുദ്രാവാക്യം വെച്ചുകൊണ്ട് അഴിമതിക്കും കൊള്ളയ്ക്കും സ്വജനപക്ഷപാതത്തിനും അതീതമായി നിന്നുകൊണ്ട് ട്രാൻസ്പെറന്റായ പഞ്ചായത്ത് ഭരണം, അഴിമതിരഹിതമായ പഞ്ചായത്ത് ഭരണം ഉറപ്പുവരുത്തുന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. അതിന്റെ ഏകദേശം ഒരു രൂപരേഖയാണ് ഈ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനിയും പ്രാദേശിക തലത്തിലുള്ള പ്രകടന പത്രികകൾ വേറെ ഉണ്ടാകും. ഇത് അഭിമാനപൂർവ്വം UDF കേരളത്തിന്റെ മുന്നിൽ, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ പ്രകടന പത്രികയിലൂടെ കൂടുതൽ അധികാരം പഞ്ചായത്തുകൾക്ക് നൽകുക, അതോടെ തന്നെ കൂടുതൽ ഫണ്ട് നൽകുക. ഇപ്പൊ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന നടപടികൾ ഇല്ലാതിരിക്കുക, കൂടുതൽ ഫണ്ട് നൽകുക, 5ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് അവർക്ക് കൂടുതൽ അധികാരവും കൂടുതൽ ഫണ്ടും നൽകിക്കൊണ്ട് അവരെ കൂടുതൽ ശാക്തീകരിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക, അധികാരം തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാമങ്ങളിലേക്ക്, നഗരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രകടന പത്രിക UDF മുന്നോട്ട് വെക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ അതിനെ അംഗീകരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. UDF ഈ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം നേടും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഒരു കാലത്തുമില്ലാത്ത നിലയിൽ UDF-ൽ ഐക്യവും യോജിപ്പും പ്രകടമാണ്. പണ്ട് നേരത്തെയൊക്കെ സാമ്പാർ മുന്നണി,
അല്ലെങ്കിൽ മറ്റ് കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി UDF മുന്നോട്ട് പോകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം, ഉജ്ജ്വലമായ വിജയം UDF നേടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത്. അടുത്തതായി പ്രകടന പത്രിക ഏറ്റുവാങ്ങിക്കൊണ്ട് ബഹുമാന്യനായ KPCC പ്രസിഡന്റ് സംസാരിക്കും. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഐക്യ ജനാധിപത്യ കക്ഷിയുടെ അമരക്കാരൻ ശ്രീമാൻ രമേശ് ചെന്നിത്തല, ഐക്യ ജനാധിപത്യ കക്ഷിയുടെ കൺവീനർ, മുൻ KPCC അധ്യക്ഷൻ കൂടിയായ ശ്രീമാൻ MM ഹസൻ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ KP അനിൽകുമാർ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, ദീർഘവർഷക്കാലം കേന്ദ്രത്തിൽ മന്ത്രിയും MP ഒക്കെ തന്നെയായി പ്രവർത്തിച്ച പ്രൊഫസർ KV തോമസ്, ഐക്യ ജനാധിപത്യ കക്ഷിയുടെ നേതാക്കന്മാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമാരാധ്യനായ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ഭീമപ്പള്ളി റഷീദ്, എൻ്റെ പ്രിയ സ്നേഹിതൻ, പ്രിയപ്പെട്ട CMPയുടെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീമാൻ സാജു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എത്രയും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീമാൻ സനിൽ നെയ്യാറ്റിൻകര, മാധ്യമങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അങ്ങേയറ്റം അഭിമാനത്തോടും സന്തോഷത്തോടു കൂടിയാണ് ഐക്യ ജനാധിപത്യ കക്ഷിയുടെ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രകടന പത്രിക നമ്മുടെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഏറ്റുവാങ്ങാൻ എനിക്ക് അവസരമുണ്ടായിട്ടുള്ളത്. ഇത് ചരിത്രത്തിലെ ഒരു ഉജ്ജ്വല മുഹൂർത്തമായിട്ട് ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. പ്രിയങ്കരനായ UDFന്റെ നേതാവ് ശ്രീമാൻ CP ജോൺ അവർകളാണ് ഈ തരമൊരു പ്രകടന പത്രിക തയ്യാറാക്കുന്ന കമ്മിറ്റിയുടെ കൺവീനർ. വളരെയേറെ ചർച്ചകൾക്ക് ശേഷം, വളരെയേറെ പരിഹാരങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു പ്രകടന പത്രികയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ കക്ഷിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ച്, പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ചും ത്രിതല പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത അഭിമാന ബോധമാണുള്ളത്. കാരണം ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ ഗ്രാമസ്വരാജിനോടൊപ്പം തന്നെ അത് സാക്ഷാത്കരിക്കണമെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം പഞ്ചായത്ത് രാജാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച രാഷ്ട്രപിതാവിന്റെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. ആ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ മഹാസന്ദേശം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ശ്രദ്ധിക്കാൻ വേണ്ടി സാധിച്ച നേതാവാണ് മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ്. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി, രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് രാജസ്ഥാനിൽ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയത്. പക്ഷെ ഇന്നത്തെ നിലയിൽ നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം യശസ്വരീനായ ശ്രീമാൻ രാജീവ് ഗാന്ധി അവർകളാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, പാർട്ടിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ ആരംഭകാലം തൊട്ട് അവസാനം വരെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്ത് രാജ് സംവിധാനം ഒരു നിയമവാക്കത്തിന് വേണ്ടി എന്തൊരു ശുഷ്കാന്തിയാണ് അദ്ദേഹം കാണിച്ചത്. എത്രയോ രാവുകളെ പകലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സമഗ്രമായ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയ്ക്കും എനിക്ക് സാക്ഷിയാകാൻ അവസരമുണ്ടായിട്ടുണ്ട് ബാംഗ്ലൂരിൽ. അവിടെ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്, വരാൻ പോകുന്ന നമ്മുടെ ഈ സംവിധാനം അത് രാഷ്ട്രത്തിന്റെ ഒരു നിയമമാക്കാൻ നമുക്ക് പാർലമെന്റിനോട് സാധിച്ചാൽ അത് പീപ്പിൾസ് പ്ലാൻ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ജനകീയ ആസൂത്രണം. ആ വാക്ക് പോലും യശസ്വരീനായ നമ്പൂതിരിപ്പാട് പിന്നീട് കടമെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പഞ്ചായത്ത് രാജ് സംവിധാനം ഈ സംസ്ഥാനത്ത് തകർത്ത വികസന രംഗത്ത് സ്തംഭനാവസ്ഥ ഉണ്ടാക്കിയ ആ വികസനത്തിന് ശവപ്പറമ്പുകളാക്കി ത്രിതല പഞ്ചായത്തുകളെ മാറ്റിയിട്ടുള്ള
CPM ഭരണത്തെക്കുറിച്ച് ശ്രീമാൻ രമേശ് അദ്ദേഹത്തിന്റെ ആമുഖ ഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായി. ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തോട് വൈകാരികമായി ബന്ധമില്ല. ഗാന്ധിജി എന്ന് പറഞ്ഞ കാലത്ത് നിങ്ങൾ ഗാന്ധിജിയെ തള്ളി പറഞ്ഞവരാണ്. ആ ഗാന്ധിജിയെ ബ്രിട്ടീഷ് ഇംപീരിയത്തിലെ കാവൽ തടയാണ് എന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങളുടെ കാര്യം നിങ്ങൾ മറക്കരുത്. നിഷേധിക്കാൻ സാധിക്കുമോ? അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം രാജീവ് ഗാന്ധി ഈ നിയമമായിട്ട് പോയപ്പോൾ ലോക്സഭയിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയിട്ടുണ്ടായി. അന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പ്രകാശം തുടിപ്പിക്കുന്നത് കാണാൻ എനിക്ക് സന്ദർഭമുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാജ്യസഭയിലേക്ക് ആ ബില്ല് പോയപ്പോൾ ഞാൻ ഓർക്കുന്നു, എന്തൊരു പ്രതീക്ഷയോടും ശുഭാപ്തിഷ്ടാത്തോടും എന്തൊരു ആത്മാഭിമാനത്തോടും കൂടിയാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയത്. കൂടെയാണ് അദ്ദേഹത്തോടൊപ്പം ഞാനും അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ആ രാജ്യസഭയിൽ സമഗ്രമായ ചർച്ച നടക്കുകയുണ്ടായി. അവസാനം രാജ്യസഭയിൽ ആ ഭരണഘടനാ ഭേദഗതി ബില്ല് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാട് ദുഃഖത്തോടുകൂടി കണ്ടത്. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വസന്തത്തിൽ ഇടിമുഴക്കം ഉണ്ടാക്കിയ നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം അന്ന് രാജ്യസഭയിൽ പരാജയപ്പെടുത്തിയത് ആരാണ്? എന്റെ സ്നേഹിതൻ എന്റെ ബേബിയുമായി ദീർഘവർഷക്കാലം എനിക്ക് ബന്ധമുണ്ട്. അദ്ദേഹത്തോട് ഇന്നും ആ ബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവസാനിക്കുന്ന പ്രതീക്ഷയുടെ ഒരു വിളക്കാണെന്ന കാര്യം ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. ഞാൻ ആവർത്തിക്കുന്നു, പക്ഷെ പ്രിയപ്പെട്ട ബേബി നിങ്ങളുടെ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് അങ്ങ് ഈ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്ത ആളാണ്. അങ്ങേപ്പോൾ അന്നത്തെ CPMന്റെ രാജ്യസഭാ അംഗങ്ങളൊക്കെ തന്നെ ആ ബില്ലിനെ പിറകിൽ നിന്ന് കുത്തി ആ ബില്ലിനെ രക്തം ചൊരിഞ്ഞുകൊണ്ട് അത് കൊന്ന ആളുകളാണ്. നിങ്ങൾ എന്താ കാര്യം ഓർക്കണം. ആ പാർട്ടിയുടെ വികാരമാണ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സംവിധാനത്തെ ഇവിടെ തകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിഷേധിക്കാൻ സാധിക്കുമോ? ഇവിടെ പറയുന്നുണ്ടായി, നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം നിങ്ങൾ വന്ന ശേഷം തകർന്നു പോയിരിക്കുന്നു. ആ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സാമ്പത്തികമായി വീർപ്പപ്പെട്ടിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവരെ പ്രയാസത്തിൽ അകപ്പെടുത്തിയവരാണ് നിങ്ങളെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. പഴയ കാലത്ത് ആരാണ് അതിന് ചാമ്പ്യന്മാരായി നിന്നത്? അവിടെയെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഓടിയെത്തിയത്, സഹായമെത്തിച്ചത് നമ്മുടെ ത്രിതല പഞ്ചായത്തിലെ അധ്യക്ഷന്മാരും മെമ്പർമാരും അടക്കമുള്ള ഒരു വലിയ സന്നദ്ധ സേനയാണ് അതിന് മുമ്പിലുണ്ടായത്. അതായത് കോവിഡ് മഹാമാരി കാലത്ത് ഒരു ഗവൺമെന്റ് സംവിധാനം തകർന്ന് തരിപ്പണമായപ്പോൾ അതിന്റെ മുൻപന്തിൽ നിന്ന് ആരാണ് അതിശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയത്? നമ്മുടെ പഞ്ചായത്ത് അധ്യക്ഷന്മാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, അതുപോലെ കോർപ്പറേഷൻ മേയർമാർ അടക്കമുള്ള ഒരു വലിയ വ്യൂഹം അവരാണ് ത്യാഗനിർഭരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയത്. ആ സ്വാഭിമാന ബോധമുള്ള നമ്മുടെ നേതാക്കന്മാരെ ഞാൻ അനുസ്മരിക്കുന്നു. ഈ ത്രിതല പഞ്ചായത്ത് നായകന്മാരെ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരാണ് ഈ സംവിധാനത്തിലെ ശില്പികൾ, അല്ലെങ്കിൽ അത് കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള സാധ്യതകളുടെ കാര്യവും മറക്കാൻ സാധ്യമല്ല. നിങ്ങളെ തകർത്തവരാണ്. നിങ്ങൾക്ക് ഈ സംവിധാനത്തോട് യാതൊരു വൈകാരികമായ ബന്ധവുമില്ല. ആ നിങ്ങൾക്ക് ഈ ത്രിതല പഞ്ചായത്ത് വരുമ്പോൾ വൈകാരികമായിട്ട് സ്വാഭിമാന ബോധത്തോട് നമുക്ക് വോട്ട് ചോദിക്കാൻ സാധിക്കുമോ? ഇല്ല. നിങ്ങൾ ഈ സംവിധാനത്തെ കുടിച്ചുപോടാൻ ആഗ്രഹിച്ചവരാണ്. വീണ്ടും ഞാൻ പറയട്ടെ, വികസനത്തിന്റെ ശവപ്പറമ്പുകളായിട്ട് ഈ ത്രിതല പഞ്ചായത്തുകളെ മാറ്റിയവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് നിഷേധിക്കാൻ ഒരിക്കലും സാധ്യമല്ല. പിന്നെ മറ്റൊരു കാര്യം, അഭിമാനപരിസരം പ്രതിപക്ഷ നേതാവ് അത് പറയുമെന്നാണ് ഞാൻ കരുതിയത്. ഭരണഘടനാപരമായി എന്റെ സഹോദരിമാർക്ക്, ഈ രാജ്യത്തെ സ്ത്രീ ലക്ഷങ്ങൾക്ക് 50% സംവരണം ഉറപ്പുവരുത്തിയ പാർട്ടി കോൺഗ്രസ് ആണ്. ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ത്രിതല പഞ്ചായത്തുകളിൽ സ്വാഭിമാനബോധത്തോടെ പറയട്ടെ, എല്ലായിടത്തും 51% സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 4 ദിവസം മുമ്പാണ് ഞാൻ ഒരു പ്രത്യേക നഗരസഭയിൽ ഞാൻ ഇടപെട്ടുകൊണ്ട് ആ 50% സ്ത്രീകൾക്ക് സംവരണം ഉറപ്പുവരുത്തിയിടക്ക് പോലും വളരെയേറെ പ്രാമുഖ്യത്തോടുകൂടി തന്നെ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന് മുമ്പിൽ നിന്ന ഏറ്റവും മിടുക്കിയതായിട്ടുള്ള 2-3 സഹോദരിമാർക്ക് പ്രത്യേകമായിട്ട് സീറ്റ് അനുവദിക്കൽ പറഞ്ഞുകൊണ്ട് പുരുഷ കേസരികളെ മാറ്റിക്കൊണ്ട് എന്റെ സഹോദരിമാർക്ക് അവസരം കൊടുത്തു എന്ന കാര്യം നിങ്ങൾ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലായിടത്തും കഴിവും കാര്യശേഷിപ്പെട്ട ഒരുപാട് സഹോദരിമാരുണ്ട്. അവരെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ കൈകളിലേക്ക് അധികാരം പകർന്നു കൊടുത്ത, തങ്ങളുടെ കഴിവുകൾ കരുത്തുകാർ തെളിയിക്കാൻ അവസരമുണ്ടാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ കക്ഷിയുമെന്ന്
ഞങ്ങൾ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതിന് മധുരപണം മാത്രം അനുഭവിച്ചവരാണ്. കഷ്ടപ്പാടും പ്രയാസവും നിങ്ങൾക്കില്ല. നിങ്ങളിത് തകർക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിൽ ശത്രുക്കളാണ് എന്ന കാര്യവും നാട്ടിൽ മറക്കാൻ സാധ്യമല്ല. ഞാൻ വിശദമായ കാര്യങ്ങളിൽ കടന്നുപോകാൻ ആഗ്രഹിക്കില്ല. ഒറ്റക്കാര്യം ഞാൻ പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കണ്ണീര് ശ്രീമാൻ ഹസൻ അവർ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നു. പുനർജനിക്കുന്ന ഗ്രാമങ്ങൾ, ഉണരുന്ന നഗരങ്ങൾ, അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനമായ ഒരു മുദ്രാവാക്യം. പരിപൂർണമായിട്ടും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പൗരസമൂഹത്തോട് പൂർണ്ണമായ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടാകും. ഞങ്ങൾ അംഗങ്ങൾ കഴിഞ്ഞ കാലത്ത് തെളിയിച്ചിട്ടുണ്ട്. എല്ലാവരും മാതൃകയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് അധ്യക്ഷന്മാരും ത്രിതല പഞ്ചായത്ത് നായകന്മാരും മാതൃകാപരമായിട്ടാണ് മുന്നോട്ട് പോയത്. അതുപോലെ ദാരിദ്ര്യരഹിതമായ കേരളം, അത് കേവലം മുദ്രാവാക്യമല്ല, അത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു. അതുപോലെ ഈ രാജ്യത്തെ അവശ്യ ദുർബല വിഭാഗത്തിൽപ്പെട്ട SC ST വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കൈത്തറി മേഖലയിലെ കണ്ണൂരിലെ പ്രത്യേകിച്ച്, അതുപോലെ തന്നെ ബാലരാമപുരത്തെയും മറ്റു പ്രദേശങ്ങളുടെയും ചേന്നമംഗലത്തെയും ഒക്കെ തന്നെ നമ്മുടെ കൈത്തറി തൊഴിലാളികൾ അവന്റെ പരിദേവനങ്ങളും ദുഃഖങ്ങളും കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും ഞാൻ ഉണർന്നത്. എന്റെ അയൽഗ്രാമം ഒരു കൈത്തറി ഗ്രാമമാണ്. അവിടുത്തെ കൈത്തറി മദ്യങ്ങളിലെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഉണർന്നെന്ന കാര്യം ഞാൻ ഓർക്കുന്നു. അവർ ദരിദ്രരാണ്, പട്ടിണി പാവങ്ങളാണ്. അവർ ഉദ്ധരിക്കാൻ നടപടികൾ. പിന്നെ സ്ത്രീ വിമോചനത്തിന് വേണ്ടി എന്നും നിലക്കൊണ്ട, സ്ത്രീ പുരുഷ സമത്വത്തിന് നിലക്കൊണ്ട, സ്ത്രീകൾക്ക് 50% ഉൾപ്പെടുത്തിയ കോൺഗ്രസ് പറയുന്നു. ആ തുല്യതയും ആ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയുള്ള സുരക്ഷിതത്വവും അവരുടെ വളർച്ചയും ഞങ്ങൾ ലക്ഷ്യമാക്കിയുള്ള കാര്യം. സമ്പൂർണ്ണ മാലിന്യ മുക്തിയാണ് ഞങ്ങളുടെ സ്വപ്നം. ഈ നഗരത്തെ കുറിച്ച് ഓർക്കൂ. ഈ നഗരത്തിൽ ഞാൻ ജീവിക്കുന്ന പ്രദേശത്ത് പോലും ഈ കോവിഡ് മഹാമാരി കാലത്ത് 8 മാസം കടന്നുപോയല്ലോ. എന്റെ വീട്ടിൽ പോലുമുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഈ നഗരസഭയ്ക്ക് സാധിച്ചില്ല. എത്ര വട്ടം നഗരസഭ അധികൃതന്മാരെ കാര്യം അറിയിച്ചു, ജനപ്രതിനിധികൾ അറിയിച്ചു, ഒരാളും അങ്ങോട്ടേക്ക് വന്നില്ല. ഈ നഗരത്തെ ദുർഗന്ധപൂർണമാക്കിയ അവസ്ഥയുണ്ടായിട്ടെങ്കിൽ കേരളത്തിലെ എല്ലാ നഗരങ്ങളും നിങ്ങൾ ഭരിച്ചെടുത്ത് ഇതുപോലത്തെ നിഷ്ക്രിയത്വവും അലംഭാവമാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. അതുപോലെ അവയെ മാറ്റി ശസ്ത്രക്രിയ, ഒരുപാട് ആളുകൾ നിസ്സഹായരായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ ഐക്യജനാധിപത്യ കക്ഷി ഭരിച്ച സന്ദർഭത്തിൽ ഈ രാജ്യത്തെ രോഗികളോട് കാരുണ്യം കാണിച്ചുകൊണ്ട് കാരുണ്യ പദ്ധതി നടപ്പിലാക്കിയവരാണ്. ഞങ്ങൾ പറയുന്നു, അവയമാറ്റ ശസ്ത്രക്രിയക്ക് പ്രത്യേകമായി സഹായം നൽകും. അതുപോലെ ഉയർന്ന പൗരബോധവും ഞങ്ങൾ ലക്ഷ്യമാക്കുന്നു. തർക്കരയുന്ന ഗ്രാമങ്ങളിലെ തർക്കങ്ങളൊക്കെ തന്നെ ഗ്രാമതലത്തിൽ പരിഹരിക്കാവുന്ന നടപടികൾ സ്വീകരിക്കും. പഴയ ഗ്രാമപഞ്ചായത്ത് അങ്ങനെയായിരുന്നു. ആ പഴയ കാലത്തിൽ തിരിച്ചുപോക്ക് മാത്രമല്ല, അത് ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും വലിയ ഒരു സമീപനമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അനാഥരായ ആളുകൾ, ആ ആളുകളെ ദത്തെടുക്കണം, അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കണം. പിന്നെ അതിഥി തൊഴിലാളികൾ വലിയൊരു മേജർ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ആ അതിഥി തൊഴിലാളികളുടെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്നു എന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സനൽ അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധിപന്മാർ, പ്രിയപ്പെട്ട സോണിയാജിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരൊറ്റ അതിഥി തൊഴിലാളിയും കഷ്ടപ്പെടാൻ പാടില്ല. അവന്റെ ഊരുകളിലേക്ക് അവന് തിരിച്ചു പോകാൻ, അവന്റെ ഗ്രാമങ്ങളിൽ കണ്ട് കുടുംബം കണ്ട് ഉത്പത്തിച്ചേരാൻ അവന് സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകട്ടെ. സാമ്പത്തിക പരാജയ മേഖലയും കോൺഗ്രസ് ഉണ്ട്, സഹായിക്കാൻ ആളുകളില്ല. പക്ഷെ പാവപ്പെട്ട ആളുകൾ ഞങ്ങളുടെ കൂടി ഉണ്ട് എന്ന കാര്യം ഞങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും പ്രത്യേക വണ്ടി അയക്കാൻ വേണ്ടി, പണം കൊടുക്കാൻ വേണ്ടി സന്നദ്ധരായി പോയതും ആ ചെക്ക് റെയിൽവേ അധികൃതന്മാർക്ക് കൈമാറാൻ വേണ്ടി പോയതും നിങ്ങൾ ഓർക്കുമെന്നാണ് എന്റെ വിശ്വാസം. അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. നിയമനിർമ്മാണം ഉണ്ടാക്കാൻ വേണ്ടി ഐക്യജനാധിപത്യ കക്ഷി തീരുമാനമെടുത്തിട്ടുണ്ട്. അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ ആരോഗ്യ പരിപാലനത്തിന് പ്രത്യേക പദ്ധതി, അവർ സംരക്ഷണത്തിന് പ്രത്യേക പരിപാടികൾ, ഇതൊക്കെ തന്നെ ആവിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഞാൻ ഉറപ്പ് നൽകിയാണ്. അത്തരം ഒരു പ്രകടന പത്രികയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇന്നലെ വരെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഐക്യജനാധിപത്യ കക്ഷി ഭരിച്ചപ്പോഴും ത്രിതല പഞ്ചായത്തുകൾ ഞങ്ങൾ വെച്ച പ്രകടന പത്രിക, ആ പ്രകടന പത്രികയുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കിയ പാരമ്പര്യവും ചരിത്രവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ പ്രകടന പത്രികയ്ക്ക് പുറമെ
ഓരോ പഞ്ചായത്തുകളും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഓരോ കോർപ്പറേഷനിലും അവരുടെ പ്രത്യേകമായ സാഹചര്യം കണക്കെടുത്തുകൊണ്ട് പ്രത്യേകമായ പ്രകടന പത്രികയും ആവശ്യങ്ങളും ഒക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. കേരള പൊതുസമൂഹം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അഴിമതി ഈ രാജ്യത്ത് ആചാരമാക്കി മാറ്റിയ ഗവൺമെന്റ് പുറത്തു പോകണം. രാവും പകലും അഴിമതി നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ രാജ്യത്ത് ഇന്ന് അധികാരം ഏറ്റെടുത്തുള്ളത്. അവരെ കുറിച്ചാണ് ദേശാഭിമാനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വഞ്ചക പലിശകൾ എന്ന് ദേശാഭിമാനി പരസ്യമായിട്ട് പറയുന്ന ആ ഭാഷ ഉപയോഗിക്കുന്നത്. ആ വഞ്ചക പലിശകളാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ആ ദീർഘമായ പോരാട്ടത്തിൽ, ക്ലേശകരമായ പോരാട്ടത്തിന്റെ ആദ്യപടിയാണ് ഈ ത്രിതല പഞ്ചായത്ത്. നമുക്കൊരു മാറ്റം വേണം. നമുക്ക് സംശുദ്ധമായ ഭരണം വേണം. നമുക്ക് കാര്യക്ഷമമായ ആ ഭരണകൂടം കാഴ്ചവെക്കാൻ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ കക്ഷികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഞങ്ങൾ സർവാത്മന പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ കേരള പൊതുസമൂഹത്തെ നോക്കി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകാശംസകൾ. നമസ്കാരം ചെയ്യുന്നു. 12 മണിക്ക് എന്റെ പത്രസമ്മേളനമുണ്ട്. അപ്പൊ അത് തന്നെ ഏതാണ്ട് ഒരു 10 മിനിറ്റൂടെ ഉള്ളൂ. നമ്മുടെ ഇതിന്റെ യോഗം അവസാനിക്കുകയാണ്. നന്ദി രേഖപ്പെടുത്താൻ ഭീമാപ്പള്ളി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഭീമാപ്പള്ളി റഷീദിനെ ക്ഷണിക്കും. നമ്മുടെ സംസ്ഥാനത്തെ കോടിക്കണക്കിന് സാധാരണക്കാർ വലിയ പ്രതീക്ഷയോടുകൂടി സ്വീകരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ UDF പ്രകടന പത്രിക പുറത്തിറക്കുന്ന ഈ അവസരം അളവറ്റ താൽപര്യത്തോടും അഭിമാനത്തോടും കൂടിയാണ് കേരളം സ്വീകരിക്കുന്നത്. ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ ശീതീകരിച്ച AC റൂമിൽ നിന്നും അധികാരവും അവകാശങ്ങളും ഗ്രാമങ്ങളിലേക്ക് എത്തുക, സാധാരണക്കാരന്റെ സമഗ്രമായ പുരോഗതിയും വികസനവും ഉറപ്പുവരുത്തുക, അത് കേരളം കൊതിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പ്രകടന പത്രികയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് കേരളത്തിന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉറപ്പു നൽകിയ അഭിവന്ദനായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ചെയർമാനും കരുത്തുറ്റ പ്രതിപക്ഷ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല അവരുകളെ UDFന് വേണ്ടി ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ആദരണീയനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ വിശദമായ പ്രസംഗത്തിലൂടെ നാം നേരിടുന്ന പ്രതിബന്ധങ്ങളെ കേരളത്തോട് ഉണർത്തിക്കുകയുണ്ടായി. അഭിവന്ദനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് അവരുകളെ UDFന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ MM ഹസൻ KPCCയുടെ മുൻ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. പ്രിയങ്കരനായ ശ്രീ KP അനിൽകുമാർ ഈ യോഗത്തിൽ സന്നിഹിതനാണ്. അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. അഭിവന്ദനായ പ്രൊഫസർ KV തോമസ് അവർ ഈ യോഗത്തിലുണ്ട്. അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. പ്രിയങ്കരനായ ശ്രീ MB സാജു ഈ യോഗത്തിലുണ്ട്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ നെയ്യാറ്റിങ്കര സനൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക മാലോകരുടെ മുമ്പിൽ നന്നായി അവതരിപ്പിക്കുവാൻ എത്തിച്ചേർന്ന ഏറെ പ്രിയങ്കരായ മാധ്യമ പ്രവർത്തകരായ സഹോദരി സഹോദരന്മാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. സർ